ചങ്ങായിമാരെ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ചേച്ചിയുടെ മനോഹരമായ ഒരു വീഡിയോ ആണ്. ഈ ചേച്ചിയുടെ പേരെന്താണെന്നോ ഈ ചേച്ചി എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു സുഹൃത്തുണ്ടല്ലോ എനിക്ക് അയച്ചു തന്നാണ് ഈ വീഡിയോ. എന്തായാലും വായ തുറന്നാൽ മുസ്ലിം വിരുദ്ധത മാത്രം പറഞ്ഞ നമ്മളെ വിശകലയില്ലേ, ആ വിശകല എന്ന വിഷയത്തിനുണ്ടല്ലോ ഈ ചേച്ചി നല്ല അടിപൊളി മറുപടി കൊടുക്കുന്നുണ്ട്. വായ തുറന്നാൽ മറ്റുള്ള മതങ്ങളെ കുറിച്ച് പച്ച വർഗീയത മാത്രം പറഞ്ഞ ഈ വിശകലക്കുണ്ടല്ല ഹിന്ദുവായ ഒരു ചേച്ചി തന്നെ മറുപടി കൊടുത്തല് നല്ല സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഈ ചേച്ചി ഉണ്ടല്ല വിശകല എന്ന വർഗീയ വിഷയത്തിനുണ്ടല്ല വയറ് നിറയെ മറുപടി കൊടുത്തിട്ട് കണ്ട വഴി കൊടുക്കുന്ന മനോഹരമായ വീഡിയോ കണ്ടാലോ. RSS സംഘപരിവാർ എന്ന ഈ വിഷം തലക്കിരിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. പാകിസ്ഥാനിലോട്ട് പോകാൻ പറയാൻ ഇവരാരാ? ശിവല ടീച്ചർ എന്നൊക്കെ പറയുന്ന സത്യത്തില് അവരൊക്കെ പറയുന്നത് വാസ്തവത്തില് നമുക്ക് അതിന് മറുപടി പറയാൻ ഇപ്പം ഇല്ലാതിരിക്കുവോ? എനിക്ക് വാസ്തവത്തില് സത്യത്തിൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇത്രത്തോളം ഈ രാജ്യത്ത് സംഘർഷങ്ങൾ ഉണ്ടാക്കി പിന്നെ ജാതീയ സ്പർദ്ധ വളർത്തി ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന അവരൊരു അധ്യാപികയല്ലേ? ഒരു അധ്യാപികയ്ക്ക് ചേർന്നതാണോ അവർ ഈ സംസാരിക്കുന്ന ഭാഷകളെല്ലാം? കുട്ടികൾക്ക് നല്ല അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ടുന്ന, കുട്ടികളെ നാളെ ഉയർന്ന ഭാവിയിലേക്ക് നയിക്കപ്പെടേണ്ട ഒരു അധ്യാപിക ഈ രാജ്യത്ത് വർഗീയ വിഷം കലർത്തി ജാതീയപരമായ സ്പർദ്ധയുണ്ടാക്കി ഈ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഇവരെ വാസ്തവത്തിൽ എനിക്കതിനകത്തൊന്നും മറുപടി പറയാനില്ല, പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇന്ത്യയുടെ ചരിത്രം എന്താണെന്നറിയാവോ? ഇന്ത്യ 1947 മുൻപ്, ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുൻപ് ഈ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ ആരൊക്കെ പങ്കെടുത്തെന്നറിയാം? ഇവർക്ക് എത്രയോ മുസ്ലിം സഹോദരന്മാരുടെ രക്തം വീണ് പങ്കിലമായ മണ്ണാണ് ഇന്ത്യ എന്നറിയാം. ദേശീയ പതാകയും നെഞ്ചോടർപ്പിച്ചുകൊണ്ട് മരണം വരെയും ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞ് എത്രയോ മുസ്ലിം ജനങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റും. ഇന്ന് ഇവർ ഈ വിഷം പറയുമ്പം ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന ആയിരക്കണക്കിന് മുസ്ലിം യുവാക്കൾ പട്ടാളത്തിൽ മഞ്ഞും ഇടിയും മഴയിലും മിന്നലും ഈ രാജ്യത്തിന്റെ കാവലാളായി മാതൃരാജ്യത്തെ സംരക്ഷിക്കുവാൻ നെഞ്ചോട് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ചെറുപ്പക്കാർ പട്ടാളത്തിലില്ലേ, പോലീസിലില്ലേ, ഉയർന്ന ഉദ്യോഗ തലങ്ങളിലില്ലേ? ഇവരെല്ലാം എന്തിനു വേണ്ടിയാണ്? ഈ രാജ്യത്തിന്റെ സുരക്ഷിതരായി നമുക്ക് ഓരോരുത്തർക്കും ഉറങ്ങാൻ അവസരം തരുന്ന ഈ മണ്ണില് ജാതിയുടെ പേരിൽ സ്പർദ്ധ വളർത്തിക്കൊണ്ടു പോകുന്നതിന്റെ ഉദ്ദേശം എന്തുവാ? ഈ അടുത്ത കാലത്ത് പാണക്കാട് കുടുംബങ്ങളെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയൊക്കെ പറയുന്ന ഞാൻ കേട്ടു. സത്യത്തില് എന്റെ ഒരറിവിൽ, ഞാൻ അത്ര വലിയ ജ്ഞാനി അല്ലെങ്കിൽ എനിക്ക് അത്രയല്ല, ഈ ശ്രീ പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് കേരളത്തിന്റെ എല്ലാ ജനങ്ങളുടെയും മനസ്സിലെ ഒരു വികാരമാണ്. അത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും എല്ലാം മനസ്സിന്റെ ഒരു വികാരമാണ് ശ്രീ പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാടെന്ന് പറയുന്നത്. ഈ ആദരണീയനായ അന്തരിച്ചു പോയ ശിഹാബ് തങ്ങളെ തൊട്ടാണ് എനിക്ക് പരിചയം ഉള്ളത്. എന്റെ പൊതുപ്രവർത്തന മേഖലയിൽ, സംഘടനാ പ്രവർത്തന രംഗത്തിൽ ആകെ 2 പ്രാവശ്യമാണ് അദ്ദേഹവുമായി എനിക്കൊരു വേദി പങ്കിടാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. ഇത്രയും സ്വാത്വികനായ, മനുഷ്യരോട് ഏറ്റവും കൂടുതൽ സ്നേഹവും ബഹുമാനവും വെച്ച് പുലർത്തുന്ന വളരെ പരമകാരുണികനായ ഒരു മനുഷ്യനായിരുന്നു ശ്രീ ശിഹാബ് തങ്ങൾ എന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ അനുജന്മാരാണ് തുടർച്ചയായിട്ട് ഇപ്പൊ സാദിഖലി ശിഹാബ് തങ്ങൾ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായി. അവരൊക്കെ എന്ന് പറയുന്ന അവർക്ക് ആരുടെയും ഒന്നും അവർക്ക് ആവശ്യമില്ല. അവർക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ മുന്നണി പോരാളികളായിരുന്ന കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലുള്ളവരാണ് അവരൊക്കെ എന്ന് പറയുന്നത്. ഇതറിയണമെങ്കിൽ നമ്മൾ ചരിത്രം പഠിക്കണം. ചരിത്രത്തിന്റെ പഴയ താളുകളിലൂടെ ഏടുകൾ മനസ്സിലാക്കാതെ പറയുമ്പോഴത്തേക്ക് ഇവിടെ ഈ കേരളം ജനാധിപത്യ രാജ്യമല്ലേ? ഒരാള് ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാർ ജയിച്ച് മന്ത്രിയായതിന് എന്താ കുഴപ്പം? എന്താ അദ്ദേഹം നാളെ മുഖ്യമന്ത്രിയാവുന്നതിന് എന്താ കുഴപ്പം? ഏത് മതത്തിനെ ഇവിടെ മാറ്റി നിർത്തണം? ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളല്ലേ, എല്ലാ അർഹതയും ഇല്ലയോ? അത് തീരുമാനിക്കാൻ ശശികല ടീച്ചറിന് എന്താ അധികാരം? അവർക്ക് ആരാ അധികാരം കൊടുത്തേ? അവരാണോ കേരളത്തിൽ ആര് ഭരിക്കണം ആര് ഭരിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത്? അവരാണോ? ജനാധിപത്യ രീതിയിൽ ജയിച്ച് ജനങ്ങളാൽ വോട്ട്, അവിടെ മുസ്ലിങ്ങൾ മാത്രമാണോ അവിടെ വോട്ട് ചെയ്തത്? എല്ലാ വിഭാഗം ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലേ മുസ്ലിങ്ങൾ ജയിച്ച് അസംബ്ലിയിൽ വരുന്നത്. പിന്നെ ഇവർക്ക് മാത്രം എന്താ കുഴപ്പം? മുസ്ലിങ്ങൾ മാത്രം വോട്ട് കൊണ്ട് മുസ്ലിങ്ങൾക്ക് ജയിച്ചു വരാൻ പറ്റി? ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ട് മാത്രം ഹിന്ദുക്കൾക്ക് ജയിച്ചു വരാൻ പറ്റുമോ? എല്ലാം കൂടെ കൂടിക്കലർന്ന ഒരു സമൂഹത്തിന്റെ ജനാധിപത്യത്തിന്റെ മഷിയുടെ അടയാളമാണല്ലോ ഒരാൾ ജയിക്കുന്നത്. ആ ജയിക്കുന്ന ആളിനെ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തോണ്ടുള്ളതാണ്. RSS സംഘപരിവാർ എന്ന ഈ വിഷം തലക്കിരിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്.
എനിക്ക് ഈ മനോഹരമായ വീഡിയോ ഉണ്ടല്ല ഈ ചേച്ചിനോട് ഒരു കാര്യത്തിൽ മാത്രമേ എതിർപ്പുള്ളൂ കേട്ടാ. ഈ വീടിന്റെ തുടക്കത്തിൽ ഈ ചേച്ചി ഉണ്ടല്ല വിശകലന ടീച്ചർ എന്ന് വിളിക്കുന്നത്, ആ ഒരു കാര്യത്തിൽ മാത്രമേ ഈ ചേച്ചിയുടെ നമുക്ക് എതിർപ്പുള്ളൂ. അതായത് ഇമാതിരി വിഷ സാധനത്തിനുണ്ടല്ല ഒരിക്കലും ടീച്ചറിൽ നിന്ന് കൂട്ടി വിളിക്കാൻ പാടില്ല. ടീച്ചർ എന്നുള്ള നല്ല വാക്കുണ്ടല്ല, ആ നല്ല വാക്ക് മോശമായി പോകും. വേറൊരു കാര്യം, ഈ വിശകലനം പഠിപ്പിച്ച കുട്ടികളുണ്ടല്ല, ആ കുട്ടികളൊന്നും ഇവരെ പോലെ ആകാത്തതുണ്ടല്ല, അത് വലിയൊരു അത്ഭുതമാണ്. അതായത് ഇവര് പഠിപ്പിച്ചതിൽ ഏതെങ്കിലും ഒരു കുട്ടി എനിക്ക് വിശകലനെ പോലെ ആകണമെന്നെങ്ങാനും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാടുണ്ടല്ല എത്ര വലിയ ആപത്തിലേക്കാ പോകുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയട്ടെ. അതായത് ഈ ഒരു സാധനത്തിനുണ്ടല്ല ഇതിനെ തന്നെ നമ്മളെ മലയാളികളുണ്ടല്ല താങ്ങാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഇവർക്കിടല്ല ഒരു പിൻഗാമി അങ്ങനെ ഉണ്ടായിട്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. എന്തൊക്കെയായാലും വായ തുറന്നാലും മുസ്ലിം വിരുദ്ധത മാത്രം പറഞ്ഞ വിശകലെ പോലുള്ള ഈ സാധനങ്ങൾക്ക് ഉണ്ടല്ല ഇങ്ങനെ മറുപടി കൊടുക്കാൻ വേണ്ടി ഇനിയും ഉണ്ടല്ല ഒരുപാട് ഹിന്ദു സ്ത്രീകൾ ഉണ്ടല്ല മുന്നോട്ട് വരണം. ഹിന്ദു സ്ത്രീകൾ തന്നെയാണ് ഇവർക്കുണ്ടല്ല നല്ല മറുപടി കൊടുക്കേണ്ടത്. അങ്ങനെ ഹിന്ദു സ്ത്രീകൾ മറുപടി കൊടുത്താൽ മാത്രമേ ഈ വിശകലക്കുണ്ടല്ല കുറച്ചെങ്കിലും ഉളുപ്പും നാണവുമാനും വരൂ. അല്ലാതെ എന്നെ പോലുള്ളവർ മറുപടി കൊടുത്താണ്ടല്ല ഈ സ്ത്രീക്കുണ്ടല്ല ഈ വിശകലക്ക് ഒരു ഉളുപ്പും നാണവുമാനും ഒരിക്കലും വരൂല. അപ്പോഴെന്തായാലും ഈ ചേച്ചി ആരാണെന്നോ ഈ ചേച്ചി എവിടെയാണെന്നോ എനിക്കറിയില്ല. പക്ഷെ ഈ ചേച്ചി ഉണ്ടല്ല തകർത്തു. വിശകലിനുണ്ടല്ല കണ്ടം വഴി ഓടിച്ചു. അപ്പൊ വിശകലിയെ കണ്ടം വഴി ഓടിച്ച പേരറിയാത്ത ഈ ചേച്ചിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.